ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, നമുക്കൊന്ന് പുറത്ത് കറങ്ങാൻ പോയാലോ? നല്ല കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്കൂട്ടിയാണ് എടുത്തിട്ടില്ല കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് ഫ്രണ്ടിനൊന്നും കൂട്ടാനുണ്ട്. അപ്പോൾ അതേ ആൾ നന്നായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കലിപ്പ് മൂഡിലാണ് വരുന്നത്. ക്യാമറ കണ്ടുകൊണ്ട് മാത്രമുള്ള ചിരിയാണ് ആ മുഖത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ ആളെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ പോയത് ടൗൺ സ്ക്വയറിലേക്കാണ് വണ്ടൂരുള്ളത്. അപ്പോൾ അതേ നേരെ പോയി അവിടേക്കൊന്ന് കറങ്ങി ഞങ്ങൾ റീൽസൊക്കെ എടുത്തിട്ട് നേരെ അതിൻ്റെ താഴെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് 2 ജ്യൂസ് ഞങ്ങൾ പറഞ്ഞിട്ടങ്ങ് കുടിച്ചു കേട്ടോ. ആ ഒരു വെയിലത്ത് കൊണ്ട് നടന്നുകൊണ്ട് ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ആ ജ്യൂസ്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കനോലി പ്ലോട്ട്, നിലമ്പൂരിൽ നമ്മൾ കനോലി പ്ലോട്ടിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അതേ അവിടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ അപ്പുറത്തേക്ക് പോകണം കേട്ടോ. അത് നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അപ്പുറത്തേക്കാണ് നടന്നു പോകണം. അപ്പോൾ അതേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാണ്. വേറെ ഒന്നുമില്ല ഇവിടെ, ജസ്റ്റ് ഈ ഒരു ഫോറസ്റ്റിലൂടെ ഇങ്ങനെ നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫോറസ്റ്റ് ജസ്റ്റ് കുറച്ച് മരങ്ങൾ അത്രേ പറയാൻ പറ്റത്തുള്ളൂ, അതിലൂടെ നടക്കാം അത്ര. അപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കണ്ടോ വെനീർ മില്ലും ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഈ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഭയങ്കര നിഗൂഢതയുള്ള കുറേ ബിൽഡിങ്ങുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ആരൊക്കെയോ ചുമല് വരച്ചിട്ടൊക്കെ ഉണ്ട്. ചാലിയാർ കുതിരപ്പുഴ, അതായത് അത് ഒന്ന് സംഗമിക്കുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടായിരുന്നു ആദ്യം തൂക്കുപാലം ഉണ്ടായിരുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ അപ്പുറ സൈഡ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ആദ്യം. ഇപ്പം നമ്മുടെ ആ ഒരു മറ്റേ മഴക്കാലമൊക്കെ വന്ന സമയത്ത് അത് ഇടിഞ്ഞ് പൊളിഞ്ഞു പോയി. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിനിപ്പുറത്തിരുന്ന് കാണാൻ പറ്റും. അതിന് നടുക്കതേ ഇങ്ങനൊരു കഫറ്റീരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ 2 മാങ്ങയൊക്കെ സുർക്കയിലിട്ടത് അതൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ അത് അവിടെ കുറേ ഇരിക്കാനുള്ള സ്പേസുകളൊക്കെ ഉണ്ടാവും. ഈ മരത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ്. നമുക്കൊരു ഊട്ടി പോയൊരു പ്രതിനിധിയൊക്കെ കിട്ടും കേട്ടോ. ഭയങ്കര തണുപ്പാണ്. അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഈ പക്ഷികളുടെ സൗണ്ടും അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഒരു ദിവസം വീക്കെൻഡിൽ പോയി നോക്കൂ കേട്ടോ. മരങ്ങളുടെ ഒരു ശേഖരമാണ് അവിടെ, ഫുള്ള് മരമാണ്. അപ്പോൾ ഇനി പിന്നെ നമ്മൾ പോയത് ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ് കേട്ടോ. ബട്ടർഫ്ലൈൻ്റെ എഫ് അവിടെ ഇല്ല, ബട്ടർഫ്ലൈ എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് 2-3 പൂമ്പാറ്റേനൊക്കെ കണ്ടു. അത് മതിയല്ലോ നമുക്ക് ബട്ടർഫ്ലൈ പാർക്കിൽ അത്രയ്ക്കല്ലേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ അതൊക്കെ കണ്ടു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ 2:45 ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ പോയത് ഈ ത്രിവേണി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് കേട്ടോ. ഭയങ്കര വിശപ്പോട് കൂടിയിട്ടാണ് പോയത്. നേരെ പോയിട്ട് 2 ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്തു. നല്ല ബിരിയാണി കേട്ടോ. ഒരു പീസും കോഴിമുട്ടൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പപ്പടവും അച്ചാറും സാലഡൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണി. വിശപ്പോണ്ടാണെന്ന് അറിയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കാലിയായി. പിന്നെ ഞങ്ങൾ ഇതേ കനോലി പ്ലോട്ടിൻ്റെ ഒരു സൗന്ദര്യം ഇതാണ് കേട്ടോ. കാരണം നമ്മൾ അതിൻ്റെ ചുറ്റോറ് നടക്കുമ്പോൾ ഫുള്ള് മരമാണ്. അടിപൊളിയായിട്ട് ഈ ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ഒരു തണുപ്പ് ഭയങ്കരമാണ്, പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ വെയിലും അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ള് തണുപ്പാണ് കേട്ടോ. അത് നല്ല രസമാണ് കാണാൻ. നിലമ്പൂരിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കനോലി പ്ലോട്ടിൻ്റെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ. കണ്ടോ 2 മരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നു. പിന്നെ അതേ വണ്ടൂരെത്തിയപ്പോൾ ഞങ്ങൾ ഈ ഒരു മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാങ്ങയും അതുപോലെ റംബൂട്ടാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നിംസിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു മാങ്ങ. ഏത് സമയത്ത് നമ്മൾ ചെന്നാലും ഈ ഒരു മാങ്ങ അവിടെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കുട്ടൻസ് എനിക്ക് മനസ്സിലായിട്ടില്ല. പോരുന്ന വഴിയിൽ വാണിയമ്പലത്തിയപ്പോഴത്തേക്ക് നല്ല ഗേറ്റ് അടവുണ്ടായിരുന്നു. ട്രെയിനും പോയി. അങ്ങനെ ഞങ്ങളിത് തിരിച്ചു പോന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.